ഞങ്ങൾ വന്നിട്ട് ഇന്നാണ് കേട്ടോ ഡൽഹി ഇറങ്ങുന്നത്. ഇന്നലെയൊക്കെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയത്. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളിപ്പം എവിടെയാണ് സ്ഥലം? ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇവിടുന്ന് ഒരു എന്താ കാണാൻ പോകുന്നത്, ഒരു വലിയൊരു അമ്പലം ഉണ്ടെന്ന് പറയാം. എൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് നമ്മൾ ഡൽഹിയിലെ അക്ഷരധാം എന്ന് പറഞ്ഞ ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ നോക്കിയെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ അതൊന്ന് നേരിട്ട് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹി കാണാൻ പക്ക പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് താമസിക്കുന്ന റൂമോ വീടോ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് കിട്ടുന്നൊരു പാസ്സാണ് കേട്ടോ. ഡൽഹിയിൽ ലേഡീസിന് ഫ്രീ ആണ് യാത്ര ബസ്സിൽ. അപ്പോൾ ഞങ്ങളിതേ ബസ്സിൽ കയറി പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഒരാളിങ്ങനെ കയറിയിട്ട്, അതായത് ഡൽഹിയിൽ ഇപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം എന്തോ സ്പെഷ്യൽ പൂജകളൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഈ ഭജന പോലെ പാട്ടും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ വണ്ടിക്കകത്തും വരും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മഹിപാൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ നേരെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ ഛത്തർപൂർ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനാണ്. അവിടെ ഞങ്ങൾ എത്തി. ഇവിടുന്ന് നമ്മൾ നേരെ അക്ഷരധാം ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ നോക്കി അവിടത്തേക്കാണ് ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അത് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമുള്ളൂ, തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാം. ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, അത് വെച്ച് സ്കാൻ ചെയ്ത് ഈസി ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ക്യൂ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട്, മെട്രോ എങ്ങോട്ടൊക്കെയാണ് ഏത് വഴിക്കൊക്കെയാണ് പോകുന്നതെന്ന്. അതുപോലെ നമുക്ക് ഈ മെട്രോ സ്റ്റേഷനകത്ത് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആസ് യൂഷ്വൽ നോർമലി മെട്രോ സ്റ്റേഷനിലുള്ള പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട പോലെ നോർമൽ ചെക്കിങ്ങും ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുന്ന് മെട്രോ കയറി ഈ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ അക്ഷർധാമിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മെട്രോ എത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. യെല്ലോ ലൈനിലാണുള്ളത്. അപ്പോൾ ഓരോ കളർ വെച്ച് ലൈൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു ഐഡിയ ആയിരിക്കും. ഓരോ ലൈനിലേക്കും ഓരോ റൂട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാം, അല്ലെങ്കിൽ മെട്രോയുടെ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ മെട്രോ ആണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കയറി നേരെ അക്ഷരധാമിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഏതൊരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴും, അതായത് അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ള ഏതൊരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം മലയാളീസാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്. നമ്മൾ ഓട്ടോക്കാർ വന്ന് ഇങ്ങനെ പൊതിയും നമ്മളെ. എന്നിട്ട് അവർ മത്സരമാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് താണ്ട് 2 പേര് വന്നായിരുന്നു. അപ്പോൾ 2 പേരും മത്സരിച്ച് വിളിച്ചുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്ന് ഓട്ടോയ്ക്കകത്ത് തന്നെ കയറി. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അക്ഷരധാം. കുട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് തന്നെ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാലും നമ്മൾ ഓട്ടോ പിടിച്ച് തന്നെയാണ് പോകുന്നത്. ഒരാൾക്ക് ഏകദേശം ഒരു 20 രൂപ വെച്ചാണ് കേട്ടോ നമ്മുടെ ഈ ഓട്ടോ ചാർജ് വന്നത്. അങ്ങനെ ഓട്ടോ ഡ്രൈവർ അക്ഷരധാമിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ തന്നെ വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമ്മളെ ബാഹുബലി സിനിമയ്ക്കകത്ത് കാണുന്ന കണക്ക് ആ മതിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ് ഇതിനകത്ത് എന്താണെന്ന് കാണാനായിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ചൂടൊരു രക്ഷയില്ല. നമ്മൾ ഈ കുടയൊക്കെ പിടിച്ച് പോകുന്ന കാണുമ്പോൾ അറിയാം. ഇതാണ് കേട്ടോ നമ്മുടെ അക്ഷരധാമിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പുറത്ത് നമ്മൾ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വലിയൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വളരെ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ അക്ഷരധാം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മൊബൈൽ ഫോൺ അലോഡല്ല, ക്യാമറ അലോഡല്ല, ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ ഒരു സാധനവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കുടിക്കാനുള്ള വെള്ളം മാത്രം കൊണ്ടുപോകാൻ തോന്നുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. ഏകദേശം ഒരു 100 ഏക്കറിനകത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എന്തോരം വലിപ്പമുണ്ടെന്ന്. നമുക്ക് ഈ കോമ്പൗണ്ടിൽ നിന്നാൽ ആ മെട്രോ വരുന്ന കാഴ്ചയൊക്കെ കാണാം. മെട്രോയിൽ നിന്ന് തൊട്ടടുത്ത്, മെട്രോ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യമുനാ നദിയുടെ തീരത്താണ് കേട്ടോ നമ്മുടെ ഈ അക്ഷരധാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് 10 പ്രവേശന കവാടങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. തികച്ചും നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും കാണുന്നതിനും ഒക്കെ ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് മ്യൂസിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾക്ക് നമുക്ക് പോകണമെങ്കിൽ മാത്രമാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് നിന്ന് ഒരു വ്യൂ നമുക്ക് കാണാം അക്ഷരധാമിൻ്റെ. അത് കണ്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. എന്താണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതം. നമ്മൾ കണ്ട കാഴ്ച ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു അടിച്ചു മാറ്റി ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും അകത്ത് എന്താണെന്ന്.
ഇതിൻ്റെ ഒരു വലുപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 141 അടി ഉയരമാണ് കേട്ടോ ക്ഷേത്രത്തിനുള്ളത്. അതുപോലെ 316 അടി വീതിയുണ്ട്. പിന്നെ 356 അടി നീളമുള്ളൊരു ക്ഷേത്രമാണിത്. പിന്നെ ഈ ക്ഷേത്രത്തിനുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര കാമ്പസായി ഗിന്നസ് ബുക്ക് റെക്കോർഡും വേൾഡ് റെക്കോർഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളെ കണ്ടു തീർക്കാൻ ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം എടുത്തു കേട്ടോ നമുക്ക്. നമ്മൾ കണ്ടിട്ട് ഇതേ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ സൈക്കിൾ റിക്ഷാസ് പിന്നെ ഓട്ടോ റിക്ഷാസ് നമ്മൾ ഇങ്ങോട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഓട്ടോയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ്. ഏകദേശം ഒരാൾക്ക് 20 രൂപയൊക്കെയാണ് നമുക്ക് തിരിച്ച് വിടുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടായത് കേട്ടോ. അതുപോലെ ഇതുപോലെ സൈക്കിൾ റിക്ഷാസും അവൈലബിൾ ആണ്. ഇത് നമുക്ക് 2 പേരൊക്കെ ഉള്ളെങ്കിൽ ചെറിയ കോസ്റ്റിൽ നമുക്ക് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ അവിടെ. അപ്പോൾ നേരത്തെ ഫോട്ടോ കണ്ട പോലെ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ വലിയൊരു കവാടം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ 2 സൈഡിൽ നല്ല ഗാർഡനൊക്കെ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് ഉണ്ടോ അങ്ങ് ദൂരെ നമുക്ക് കാണത്തുള്ളൂ. ഇതിനകത്ത് കയറുമ്പോൾ വലിയൊരു എന്താ പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞ് ഈ ബാഹുബലി സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കാണത്തില്ലേ അവരുടെ ഒരു കൊട്ടാരവും സംഭവങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കേട്ടോ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഈ അക്ഷരധാമിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡുകളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ഐസ്ക്രീം ഷോപ്പുകളും ജ്യൂസ് കോർണറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫോണും ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അക്ഷരധാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് തരും. ഇതാണ് കേട്ടോ നമ്മളെടുത്ത ഫോട്ടോ. ഈ ഒരൊറ്റ ഫോട്ടോയേ ഉള്ളൂ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു അക്ഷരധാം കാണാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയത്. അപ്പോൾ ഡൽഹിയിൽ വരുന്ന ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. മിസ്സാക്കരുത്. ഒരു കാരണം വെച്ചാലും നമുക്ക് ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ പറ്റില്ല. നേരിട്ട് വന്ന് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോയിൽ പോലും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഹെലിക്യാം പിക്ക് മാത്രമേ അതിനകത്തുള്ളൂ. അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നവർ വൈകുന്നേരം ഇതിനകത്തൊരു വാട്ടർ ഫൗണ്ടേഷൻ്റെ ഒരു ഷോ ഉണ്ട്. അത് മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഒരു 3D ഷോയും കാര്യങ്ങളൊക്കെ അതും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡൽഹിയിൽ വന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ ദിവസത്തെ കാഴ്ച. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പുതിയ ഡൽഹിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ.